കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശനെക്കുറിച്ച് ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവരെ പരിചയപ്പെടുത്തുക എന്നതിനൊപ്പം തന്നെ അവരുമായിട്ടുള്ള ഭഗവാന്റെ ബന്ധം അവർ തന്നെ പറയുക, അത് മറ്റുള്ളവർ ശ്രവിക്കുക എന്നത് മഹാഭാഗ്യം തന്നെയാണ്. ഭഗവാനെക്കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതി വരില്ല. അതാണ്, അത്രയ്ക്കുണ്ട് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഭക്തരെ നമ്മൾ ഓരോ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയാണ് സുപ്രധാനമായി ചെയ്യണേ. ഇതൊരു സത്സംഗ രൂപേണ മറ്റ് സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാരെ ഗുരു എങ്ങനെയാണ്, ഇപ്പോൾ ഗുരു എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും കൂടി ചെയ്യുകയാണ് ചാനലിലൂടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിച്ച് അഭിപ്രായങ്ങൾ തേടുകയും മെഡിറ്റേഷനെക്കുറിച്ച് മെഡിറ്റേഷന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ 100-ൽ കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് സ്വമേധയാ ഒരു ആളിൻ്റെ നിർദ്ദേശമില്ലാതെ ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളെ ആശ്രമങ്ങളുണ്ട്, 3 ആശ്രമങ്ങളിൽ 41 ദിവസം നാമജപം നടത്തണം. 41 ദിവസം വ്രതത്തോടു കൂടി നാമജപം നടത്തിയതിന് ശേഷമേ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാവൂ. അല്ലാതെ ഈ ചാനലിൽ പറയുന്ന കേട്ടിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഗുണത്തിലേറെ ദോഷം വരും. കാരണം മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ 41 ദിവസം നാമം പറയാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭഗവാന്റെ കൂടെ അനുവാദം വാങ്ങുകയാണ്. ഈ 41 ദിവസം അവിടെ നാമജപം നടത്തി ഭഗവാന്റെ കൂടെ അനുവാദം വാങ്ങിയതിന് ശേഷമേ മെഡിറ്റേഷൻ തുടങ്ങാവൂ. ബാക്കി എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം. വന്ന് നിന്ന് എന്നെ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരാം. എൻ്റെ അറിവനുസരിച്ച് പറഞ്ഞു തരാം. പക്ഷേ ഭഗവാന്റെ അനുവാദം വാങ്ങാതെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അനുവാദം തരാനുള്ള അറിവോ ശക്തിയോ ഒന്നുമില്ല. തമ്പുരാന് മാത്രമേ അതുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ അനുവാദം വാങ്ങാനാണ് 41 ദിവസം വ്രതത്തോടുകൂടി നാമജപം നടത്തിയതിന് ശേഷമേ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാവൂ. അതുപോലെ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ഭഗവാനുമായിട്ട് ഏകദേശം 42 വർഷത്തെ പരിചയമുള്ള ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ നാട്ടുകാരിയാണ്. വേളാവൂരാണ് മേഡത്തിൻ്റെ സ്ഥലം. വിമലാദേവിയാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. മേഡത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഭഗവാനുമായിട്ട് 42 വർഷത്തെ പരിചയം എന്നുള്ളതിലുപരി ശരിക്ക് അധ്യാപികയായിരുന്നു. അതിൽ ഒപ്പം തന്നെ ശരിക്ക് പൊതുപ്രവർത്തകയാണ്. പൊതുപ്രവർത്തക എന്ന് പറയുമ്പോൾ ശരിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെയായി ഒരുപാട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ്.
അപ്പോൾ മേഡമാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. അപ്പോൾ മേഡത്തിനെ എല്ലാ ഭഗവാന്റെ ഭക്തർക്കും വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിന് ഒപ്പം തന്നെ മേഡത്തിന് ഉള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, കാരണം 42 വർഷത്തെ പരിചയം എന്ന് പറയുമ്പോൾ. എന്നാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സുപ്രധാനമായ കാര്യങ്ങൾ എല്ലാം പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാനലിലൂടെ പറ്റാതെ വരും. എന്നാലും ഹൃദയസ്പർശിയായതും മറ്റ് ഭക്തർക്ക് ഗുണപ്രദമായതുമായിട്ടുള്ള കാര്യങ്ങൾ മാഡം ഭക്തർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ആദ്യം മനസ്സിൽ വരുന്നത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വാമി എന്നാണ് സംബോധന ചെയ്യുന്നത്. കാരണം കുട്ടിക്കാലം മുതൽ അമ്മയിലൂടെയാണ് ഞാൻ സ്വാമിയെ കാണാൻ വരുന്നത്. അന്ന് അമ്മ ഞങ്ങളെ പ്രദേശത്തു നിന്ന് ഒത്തിരി പേര് എൻ്റെ അമ്മ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരും. വൈകിട്ട് വന്നിട്ട് നാമജപവും കഴിഞ്ഞ് പിന്നെ അവിടുത്തെ വിളക്ക് ദീപാരാധന കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അന്ന് നടന്നു പോവുകയും ചെയ്യുന്ന ആ ഒരു സമയം തൊട്ട് എനിക്ക് പക്ഷെ അന്ന് ഉള്ളറിഞ്ഞ് സ്വാമി ആ ബാല്യം ഉള്ളറിഞ്ഞ് സ്വാമിയെ, പക്ഷേ എങ്കിൽ പോലും നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഓല ഷെഡിനകത്ത് സ്വാമി ഉണ്ടോ എന്നിങ്ങനെ ഒളിഞ്ഞു നോക്കും. കൊച്ചിലെ കുസൃതിയാണ്. അപ്പോൾ സ്വാമി ഉണ്ടോ എന്നിങ്ങനെ ഒളിഞ്ഞു നോക്കും. നോക്കിയിട്ട് പിന്നെ അമ്മയൊക്കെ പറയും അദ്ദേഹം ഇല്ല എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. ചിലപ്പം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്വാമി വന്നവിടെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര അനുഭവം, ഭയങ്കര ഒരു അന്നത്തെ ആ ബാല്യത്തിലും ഒരു എന്തൊക്കെയോ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു. പിന്നെ അതിൽ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, അമ്മയ്ക്കുണ്ടായ ഒരു അനുഭവമാണ്. അമ്മ പിന്നെ ഞങ്ങളിലേക്ക് പകർന്നു തന്നതാണ്. പിന്നെ എൻ്റെ ബാല്യം ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നതിന് ശേഷം എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാനങ്ങ് മാറിപ്പോയി. ആ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ഞങ്ങളെ കുടുംബപരമായ ഒരു വിഷയം ഉണ്ട്, ഒരു കേസ്. അടുത്ത ബന്ധുക്കൾ ഇപ്പോഴും ആശ്രമത്തിനകത്തുകൊണ്ട്. ഇപ്പം ഞങ്ങൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ അമ്മയ്ക്ക് 3 പെൺമക്കളാണ്, ഒരാണും. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ അണ്ണന് ജോലിയായി, കണ്ണൂരായിരുന്നു ജോലി. അപ്പോൾ ഇങ്ങനെ ആതിരെ തർക്കവും പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നപ്പം ഇപ്പുറത്ത് നിൽക്കുന്നവർ ബലവാന്മാരാണ്. പേരൊന്നും പറയാൻ പറ്റില്ല, സ്വന്തം വലിയ പേരെ മക്കളാണ്, ബലവാന്മാരാണ്. അന്ന് കോടതിയിലും മുനിസിപ്പാലിറ്റിയൊക്കെ ആ ഒരിതാണ്. അപ്പം നമ്മളാണെങ്കിൽ അച്ഛൻ പട്ടാളത്തിലായിരുന്നു. പക്ഷെ അച്ഛൻ ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോഴേ മരിച്ചു. ഞങ്ങളെ 3 മക്കളെയും ഞങ്ങളെ 4 മക്കളെ വളർത്താൻ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് അമ്മ ഭഗവാനെയാണ് ആശ്രയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ഒരു നിലയ്ക്ക് എത്താൻ, അമ്മ ജോലി ചെയ്താലും എങ്ങനെയായാലും ഒരു നിലയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഭഗവാന്റെ ഇതാണ്, അത് അമ്മ പറഞ്ഞുള്ളതാണ്. അപ്പോൾ ഈ കേസൊക്കെ വരുമ്പോൾ അവർ ടാർഗറ്റ് ഇട്ടത് അണ്ണനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതിനു മുമ്പേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിഷയം നമ്മൾ അറിയണതിന് മുമ്പേ തന്നെ ഭഗവാൻ അറിയും. അമ്മ പിന്നീട് പറഞ്ഞത്, ഈ കേസും പ്രശ്നമായപ്പോൾ ഞാൻ ആറ്റിങ്ങിലാണ് എൻ്റെ അവിടെ ആയിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ അമ്മ പറഞ്ഞത്, ഒരു ദിവസം ഇങ്ങനെ ഈ പ്രശ്നം ആവണതിന് മുമ്പേ ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഭഗവാൻ വന്നിരുന്നിട്ട് ഒരു പൊതി ഭസ്മം എടുത്ത് ഇങ്ങനെ എറിഞ്ഞു. അപ്പോൾ ഒത്തിരി പേര് നിറഞ്ഞിരിക്കുകയായിരുന്നു. അത് അമ്മയുടെ മടിയിലാണ് വന്ന് വീണത്. അമ്മ ഇത് നിധി പോലെ സൂക്ഷിച്ചു. ഇത്രയും പേരിരുന്നപ്പം അമ്മ അന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ എടുത്തത്. ഇങ്ങനെ ഒരു ആപത്ത് വരാൻ പോകണമെന്നുള്ളത് അമ്മ അറിഞ്ഞില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. പക്ഷെ അവർക്ക് ടാർഗറ്റ് അണ്ണനായിരുന്നു. അണ്ണനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ അമ്മയെ അണ്ണന് മാത്രമേ ഉള്ളൂ വീട്ടിൽ. അണ്ണൻ പിന്നെ കണ്ണൂരായിരുന്നു അണ്ണന് ജോലി. ലീവിന് വരുമ്പോഴത്രയും പോലീസ് വീട്ടിൽ വരുമായിരുന്നു. പക്ഷെ അമ്മ എന്നും രാവിലെ 4 മണിയാകുമ്പോൾ എണീച്ച് പല്ലൊക്കെ തേച്ച് അമ്മ ഭഗവാന്റെ കുറിയിട്ടാണ് അമ്മ ഇരിക്കുന്നത്. അമ്മ ചെറുതിലെ ഞങ്ങളൊക്കെ ജനിച്ചപ്പോഴേ അമ്മ ഒരു ഭക്തി ഇതാണ്. എന്നും വീട്ടിൽ ഞായറാഴ്ച ദിവസം പൊങ്കാല ആദ്യത്തെ നമസ്കാരം ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അപ്പം അങ്ങനെ പല ദിവസം പോലീസ് അണ്ണനെ അന്വേഷിച്ച് വന്നു. അണ്ണൻ അവിടെ നിന്ന് വരുമ്പം തന്നെ പോലീസ് വരും. പക്ഷേ ഒരിക്കൽ പോലും അണ്ണനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം അമ്മ പറഞ്ഞത്, വെളുപ്പിലെ 4 മണി അമ്മ എണീച്ച് പല്ലൊക്കെ തേച്ചിട്ട് മുറുക്കായി തിന്നുകൊണ്ടിരുന്നപ്പം അണ്ണൻ തലേ ദിവസം രാത്രി വന്നു. വീട്ടിൽ ചെറിയ വീടാണ്, അണ്ണൻ മുറി കിടന്ന് ഉറങ്ങിയിരുന്നു.
അമ്മ ഇങ്ങനെ വരാന്ത ഉണ്ടായിരുന്നു, മുറുക്കാൻ കഴിച്ച് തിന്നുകൊണ്ടിരുന്നപ്പം പോലീസ് മുറ്റത്ത് നിൽക്കുന്നു. മോനൂടെ ഉണ്ടോയെന്ന് ചോദിച്ച്. അപ്പോൾ പറഞ്ഞ് അമ്മ പെട്ടെന്ന് പറഞ്ഞ് മോനില്ല, മോൻ വന്നില്ല, സാറിന് വേണമെങ്കിൽ റൂമിൽ കയറി നോക്കാം. പക്ഷേ അവർ റൂമിൽ കയറി നോക്കിയില്ല, അവരങ്ങ് പോയി. അങ്ങനെ പിന്നെ പല ആവർത്തി അമ്മയ്ക്ക് അങ്ങനെ ഒരുപാട് ദിവസം ഇതേപോലെ അമ്മ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. ഒരു ദിവസം അണ്ണൻ വന്നപ്പോഴത്തേക്കും അണ്ണൻ വന്ന ഉടനെ അമ്മ കുറിയിട്ട് കൊടുക്കുക അമ്മയ്ക്ക്, അമ്മ ഭഗവാന്റെ കുറിയിട്ട് കൊടുക്കുക. അങ്ങനെ അണ്ണ ഇങ്ങനെ ഇടവഴിയെ നടന്നു പോയപ്പം പോലീസ് ജീപ്പിൽ വന്ന് ഒരു വിളിച്ച് അറിയിച്ച് വന്നു, പിടിച്ച് ജീപ്പിനകത്ത് കയറ്റി. അമ്മയെ അറിയണില്ല. ജീപ്പിനകത്ത് കയറ്റി കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് ചോദിച്ച് എവിടെ വർക്ക് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അണ്ണൻ മൃഗസംരക്ഷണ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. നമ്മൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. അവിടെ നിർത്തി ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ പിന്നെ ആ കേസ് ആവാതെ, പക്ഷേ ഇവർ ഒരുപാട് ശ്രമിച്ചു. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഭാവി നശിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് അമ്മ പിന്നീടാണ് ഈ കഥ ഞങ്ങളടുത്ത് പറയുന്നത്. അപ്പം അതൊരു വലിയ ഒരു അമ്മയെ സംബന്ധിച്ചും അണ്ണനെ സംബന്ധിച്ചും അണ്ണൻ്റെ ജോലി ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു അണ്ണനേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു വലിയ അനുഭവമാണ് ആ കുട്ടിക്കാലം കഴിഞ്ഞിട്ടുള്ള എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് എനിക്ക് കുറച്ച് ബ്രേക്ക് വന്നു. എനിക്ക് വരാൻ ആറ്റിങ്ങിലാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട്. അത് കഴിഞ്ഞ് മോനെയും പ്രസവിച്ചു, മോളെ പ്രസവിച്ചപ്പം പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം, അതായത് സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മോൾക്ക് ചോറ് കൊടുക്കുന്നത് ആശ്രമത്തിൽ വെച്ചാവണം. മോൾക്ക് ഇപ്പം 36 വയസ്സായി. ചോറ് കൊടുക്കുന്നത് ആശ്രമത്തിൽ വെച്ചായിരിക്കണമെന്ന് എനിക്കൊരു മോഹം. അപ്പം നമ്മളടുത്തുള്ളൊരു പ്രഭാകരൻ നായർ അവരെ വായിക്കാൻ വരുമായിരുന്നു അദ്ദേഹം. അപ്പം വരാതിരിക്കുമ്പോൾ സ്വാമിയുടെ അടുത്ത് വരെ ഒരു പേടിയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെന്ന് പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞ്, നീ ധൈര്യമായിട്ടും വാ, നിങ്ങളെയൊക്കെ അറിയാം, സ്വാമിക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് കുഞ്ഞിനെ അവിടെ വെച്ച് ചോറ് കൊടുക്കാം. സ്വാമിയുടെ ജന്മനാളിന് മോളും ഭരണി നാളാണ്. സ്വാമിയുടെ ജന്മനാളിന് അവിടെ ചോറ് കൊടുക്കാനൊക്കെ ആയി. ഞാൻ മോളെയും കൊണ്ടുപോയി എല്ലാവർക്കും ചോറ് കൊടുക്കുന്ന സമയമായപ്പം സ്വാമി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, മകൻ നാളിലുള്ള ആരെങ്കിലും വന്ന് കുഞ്ഞിന് ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പ്രഭാകരമുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ശരിയാവില്ല എന്ന്. പക്ഷേ കള്ളിക്കാട്ടിൽ നിന്ന് വന്ന ഒരു സ്വാമി മോൾക്ക് ചോറ് കൊടുത്തു. ചോറ് വായിൽ വച്ച ഉടനെ ഇവള് സ്വാമിയുടെ കാലിലൊരു പിടി, സ്വാമിയുടെ നിൽക്കിയിരുന്നു, സ്വാമിയുടെ കാലിലൊരു പിടി. അപ്പോൾ എല്ലാവരും അങ്ങ് ഇങ്ങനെ നിൽക്കായിരുന്നു. ഒരു വല്ലാത്ത ഒരു ഇതിൽ ഞാനും അങ്ങ് വല്ലാത്ത. അപ്പോൾ പറഞ്ഞു, കൊച്ചിനെത്തി വെള്ളം ഒഴിച്ചോടിക്കും, വായിക്കകത്ത് എരിയണമായിരിക്കും, വെള്ളം ഒഴിച്ചോടിക്കും, ഒരു കുപ്പിയിലെത്തി വെള്ളം കൊണ്ടുവന്ന് എന്നെ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നപ്പം അദ്ദേഹം തന്നെ എന്നെ കൊണ്ടുവന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കൊടുക്കണം എന്ന് പറഞ്ഞു. സ്വാമി തന്നെ കയ്യിൽ വെള്ളം എടുത്ത് മോൾക്ക് കൊടുത്തു. അതെനിക്ക് ഭയങ്കര ഒരു ഇതിൽ പരം ഒരു നമുക്ക് കിട്ടാനില്ല, അത്രയും ഒരിതായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വരെയും ഒക്കെ ചെയ്തുകൊണ്ട് നിന്ന് പിന്നെ ഇടയ്ക്ക് അംഗൻവാടിയിൽ ജോലിയൊക്കെ ആയപ്പം പിന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പം പിന്നെ എൻ്റെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ എന്നും ദുരിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ എനിക്ക് നിൽക്കക്കളി ഇല്ലാത്ത അവസ്ഥ. ഹസ്ബൻഡ് 39ാമത്തെ വയസ്സിൽ ഗൾഫിലിരുന്നു, ഹസ്ബൻഡ് മരിച്ച്. പിന്നെ എനിക്ക് 2 മക്കൾ, മോൻ SSLC, മോള് 7ാം ക്ലാസ്സിൽ. ആകെയുള്ള വരുമാനം അംഗൻവാടിയിൽ നിന്നുള്ള വരുമാനം മാത്രമാണ്. പിന്നെ അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം പിന്നെ ഞാൻ സ്വാമിയുടെ അടുത്ത് വന്ന് നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നും പറയണ്ടല്ലോ, വന്നിരിക്കും. അപ്പം വന്നിരുന്ന് എൻ്റെ അടുത്ത് ചോദിച്ച്, കാണാനില്ലായിരുന്നല്ലോ വെച്ചേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയപ്പം പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ആറ്റെങ്കിൽ ഒരു രാമസ്വാമിയുടെ അനിയനല്ലേ കൊച്ചെ എന്തിനാ കല്യാണം കഴിച്ചത്? സ്വാമി ഒന്നും നമ്മുടെ കല്യാണം ഒന്നും അറിഞ്ഞതുമില്ല ഒന്നും. ഞാനങ്ങ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, തന്നെ സ്വാമി എന്ന് പറഞ്ഞു. രാമസ്വാമി അവിടുത്തെ ഒരു വലിയ വർക്ക്ഷോപ്പാണ്, വലിയ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു. അത് എനിക്കൊരു ഭയങ്കര എങ്ങനെ സ്വാമി അറിഞ്ഞു എന്നുള്ളതൊരു. പിന്നെ ഞാൻ എൻ്റെ വിഷമം അത്രയും സ്വാമിയുടെ മുമ്പ് തന്നെയായിരുന്നു ഞാൻ വരുന്നത്. അപ്പം വരുമ്പം എൻ്റെ അടുത്ത് പറയും, ചിലപ്പം അങ്ങോട്ട് വെച്ചേ എന്ന് പറയും. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്നുമില്ല വെച്ചേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കും, പിള്ളേക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്ന് ഞാൻ കഴിച്ചിട്ട് പിന്നെ ചിലപ്പോൾ എണീക്കുമ്പോൾ സ്വാമി പറയും, പോകാൻ അത്യാവശ്യം ഇല്ലെങ്കിൽ അവിടെ ഇരിക്കും എന്ന് പറയും. പിന്നെ എല്ലാവരും കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ പിന്നെ എനിക്ക് പിന്നെ എന്ത് വിഷമം ഉണ്ടെങ്കിലും എനിക്ക് അവിടെ വരണം. തലേ ദിവസം ഞാൻ വിചാരിക്കും എനിക്ക് പോകണം വിചാരിച്ച് ഞാൻ പോവും. അപ്പം പിന്നെ
ഇങ്ങനെ അടുത്ത് പോകുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ആൾക്കാർ അപ്പം ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് സ്വാമി പറഞ്ഞു, ഇനി എന്തെല്ലാം അനുഭവിക്കാൻ കിടക്കണം എന്ന് സ്വാമി പറഞ്ഞു. അപ്പം ഈ അനുഭവം സ്വാമി മുന്നേ കണ്ടുകൊണ്ട് അതിനെ ലാഘവത്തോടു കൂടി കാണാനും പോകാനും ഉള്ളൊരു ഇൻസ്പിറേഷൻ സ്വാമി തരും, ഒരു ഭസ്മം തരേ. അങ്ങനെ അതിൽ നിന്ന് ഒരുപാട് ഞാനിപ്പോൾ പറയുമ്പം വളരെ ലാഘവത്തോടെ ചിരിച്ചുകൊണ്ട് പറയണമെങ്കിലും ഞാൻ അനുഭവിച്ചിട്ടുള്ളതുപോലെ, പക്ഷേ എങ്കിലും ഞാൻ എപ്പോഴും ചിരിക്കാനാണ് ശ്രമിക്കുന്നത്. മനസ്സ് കരയുമ്പോഴും ഞാൻ ചിരിക്കാൻ ശ്രമിക്കും. മക്കളെ വളർത്തണം എന്നുള്ള ആ ഒരു ഇതിൽ. പിന്നെ എൻ്റെ ചേച്ചിമാരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ളൊരു ഇതുണ്ട്, സഹോദരങ്ങൾ എന്ന് പറഞ്ഞ ഒരു ബലമാണ്. അപ്പോൾ പക്ഷേ ഇതെല്ലാം ആണെങ്കിലും ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു എങ്കിൽ എനിക്ക് സ്വാമിയെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ്. അപ്പം ഇങ്ങനെ പിന്നെ വരുമ്പം എന്താണ്, ഈ ഓണത്തിനും വിഷുവിനും പിന്നെ ഞാൻ പിന്നെ ഞാൻ ഇവിടെ ഒന്നും വേണ്ട, എനിക്ക് അവിടെ വന്നിരുന്നാൽ മതി എന്നുള്ള ഒരു ഇത് വരുമ്പോൾ ഞാൻ ഞായറാഴ്ച ദിവസം, അംഗൻവാടി ഇല്ലാത്ത ദിവസം ഞായറാഴ്ച ദിവസം വരും. സ്വാമി എന്തെങ്കിലും ഒരു മുട്ടായി അന്നൊക്കെ തരും. അത് കിട്ടണം എന്നുള്ളത് എൻ്റെ അത് കിട്ടണം എനിക്ക്. അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഇങ്ങനെ ഓണത്തിന് എല്ലാ ഓണത്തിനും വിഷുവിനും കോടി തരും. അതൊരു പുണ്യം, എനിക്കത് കിട്ടുമ്പോൾ അപ്പോൾ ആളിൻ്റെ ഇടയ്ക്ക് നിന്നാലും കിട്ടിയാൽ വെച്ചേ കോടി കിട്ടിയാന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് തരും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ എൻ്റെ മൂത്ത ചേച്ചി ചേട്ടൂർ പ്രത്യേക ചില ഇലക്ട്രിസിറ്റി ബോർഡിൽ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ആളാണ്. അമ്പലത്തിൽ പോകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സമ്മതിക്കില്ല. പക്ഷേ ചേച്ചിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേച്ചി എനിക്ക് പോകാൻ പൈസയും അതും ഇതൊക്കെ തരും. അപ്പം ഒരു ദിവസം ഇത് തന്നപ്പോൾ ഞാൻ ഇരുന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് ഒന്നും കൂടെ കിട്ടിയെങ്കിൽ ചേച്ചിക്ക് കൊടുക്കാമായിരുന്നു എന്നെൻ്റെ മനസ്സിൽ. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. കിട്ടിയതൊക്കെ മതി, വീട്ടിലുള്ളവരൊക്കെ അവിടെ ഇരിക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിക്കണോ കരയണമെന്ന് എനിക്ക് അറിയില്ല ഇതൊന്ന്. പിന്നെ ഒരു ദിവസം നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ വന്നപ്പം സ്വാമി ഒരു കറുത്ത കൈലിയും ഒരു തോർത്തും കൂടെ എടുത്ത് എനിക്ക് തന്നു കേട്ടാ. ഈ കറുത്ത മുണ്ട് കണ്ടപ്പോഴേ എനിക്കൊരു വല്ലാത്ത പറഞ്ഞുകൊണ്ട് പോവുകയാണ്, ബലി ഇട്ടിട്ട് വരുമ്പോൾ കൊടുക്കാം സ്വാമി. അന്ന് ഹസ്ബൻഡൊക്കെ പോയി, ഞാനും മോൻ അന്ന് കല്യാണം കഴിച്ച്. ബലി ഇട്ടിട്ട് വരുമ്പോൾ കൊടുക്കുക, ഒരു കറുത്ത മുണ്ടും തോർത്തും. എനിക്ക് പിന്നെ സ്വാമി എന്താ അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്, ചിരിച്ചോണ്ടാണ് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്. എന്ത് സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്, ഇനി എന്ത് വരാൻ പോകണോ എന്തോ. പിന്നെ ഞാൻ വിചാരിക്കും, വന്നത് അത്രയും ഞാൻ അനുഭവിച്ചില്ലേ, ഇനി വരണതും അനുഭവിക്കാം, അത് സ്വാമിയല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്നു. അന്ന് രാത്രി ഞാനും മോളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. മോൻ കല്യാണം കഴിച്ചത് കണ്ണൂരിൽ നിന്നാണ്. അപ്പം രാത്രി ഞാനും മോളും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നപ്പം ഹാളിൽ ട്യൂബ് ലൈറ്റ് വന്നു. എവിടെ നിന്നറിയില്ല, എല്ലാം കടിക്കണ കടന്തലുണ്ടല്ലോ, വലിയ കടന്തൽ, കൊത്തിയ എനിക്കറിയാം, വലിയ കടന്തൽ, വണ്ട്. അത് 1ഉം 2ഉം അല്ല, ഒരു 10-20 എണ്ണം. 10-20 എണ്ണം ഈ ട്യൂബിന് ചുറ്റും കിടന്ന് കറങ്ങുന്നു. ഈ കയ്യിൽ എനിക്ക് തന്ന് വീട്ടിലെത്തി ബലിയിടാൻ വന്നിട്ട് ഉടുക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, സ്വാമി എന്തിങ്ങനെ പറഞ്ഞാൽ എൻ്റെ മനസ്സ് ഇത്രയും ഇങ്ങനെ വന്ന് കിടന്ന് ഇങ്ങനെ പറയ്ക്കാണ്. ഞാനും മോളും കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, ഈശ്വര എന്ത് ചെയ്യട്ടെന്ന്. പെട്ടെന്ന് ഞാൻ മോനെ വിളിച്ചോടാ, മോനെ ഇതേപോലെയാണ് ഒരു കുറേ കടന്തൽ വന്ന് ഇങ്ങനെ പറക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവ ഇരുന്നുകൊണ്ട് പറഞ്ഞ്, അമ്മ മറ്റേ കൊതുവിനടിക്കണ ബാറ്റ് ഉണ്ടല്ലോ, അമ്മ കസേര എടുത്തിട്ട് അതിൽ കയറി പതുക്കെ ഈ കൊതുവിനടിക്കണ ബാറ്റ് എടുത്തിട്ടൊന്ന് കൊടുക്കണം. ഞാൻ അങ്ങനെ ചെയ്തു. അത്രയും ചത്ത് വീണു. ചവണേനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ, വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത്രയും ചത്ത് വീണു. പിന്നെ അപ്പം ഞാൻ മനസ്സിലാക്കി, വരാൻ പോണ ആപത്ത് മുന്നേ കണ്ടുകൊണ്ട് എനിക്കൊരു ഇത് തന്നതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതേപോലെ പിന്നെ എനിക്കറിയില്ല, ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്, സ്വാമിക്കറിയാം. അപ്പം ഇരുന്നുകൊണ്ട് പറഞ്ഞ്, പിന്നെ ദേവങ്ങൾക്ക് കൊണ്ടുവച്ചേ കാലദോഷം, അന്നല്ല വെടി വയ്ക്കണതിനെ സംബന്ധിച്ച് അവിടെ കേസ് കിടക്കുന്ന സമയമായിരുന്നു. ഞാൻ അതാണ്ട ഇപ്പം കേസും വഴുകുമാറ്റി കിടക്കണ്, ഇവിടെ വെടി വയ്ക്കണമെന്നും പറഞ്ഞു ഇവിടുത്തെ നായന്മാരത്രയും കൂടെ കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുന്നു.
അപ്പം സമയദോഷം എല്ലാവർക്കും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ദോഷം പറയാനാണ് ചെന്നതെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിക്കൊണ്ടാണ് പറഞ്ഞത്. സമയദോഷം എല്ലാവർക്കും ഉണ്ട്. ഞാനിപ്പോൾ എന്താ വെഞ്ഞാറോട് പോലീസ് സ്റ്റേഷനിൽ കേസ് നടക്കുകയാണ്. ഇങ്ങനെ പിന്നെ എനിക്കറിയില്ല, എപ്പോൾ ചെന്നാലും ഇരിക്കാൻ പറയും. പക്ഷേ എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാൽ എണീക്കുമ്പോൾ ചോദിക്കും, ഇപ്പോൾ പോകണോ? അപ്പം എനിക്കറിയാം സമയമായില്ല, അതുകൊണ്ടായിരിക്കും അവിടെ ഇരിക്കാൻ പറയുന്നതെന്ന്. അങ്ങനെ വീണ്ടും ഞാൻ ഇടിക്കും. ചിലപ്പോൾ ഞാൻ തിരി കൊണ്ടുവച്ച് തൊഴുമ്പം പറയും, ഇവിടെ കൊണ്ടുവച്ച് തൊഴുതിട്ട് എന്ത് ചെയ്യാൻ, താഴോട്ട് കൊണ്ട് കൊടുക്കും. കൃഷ്ണൻ നട അമ്പലം ഉണ്ടല്ലോ, അവിടെ കൊണ്ട് കൊടുക്കും. പിന്നെ കൈനീട്ടം ചിലപ്പം പറയും, സ്വാമിക്കറിയാം ഞാൻ വിഷമിച്ചാണ് ചെല്ലണത്, സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല വെച്ചേ, ഞാനേ കഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത്, എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു തുട്ട് വിഷുവിനും കൈനീട്ടം ഇതെല്ലാം ഞാൻ ശേഖരിച്ച് വയ്ക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഒന്നുമില്ല കൊച്ചേ തരാൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10 നോട്ട്, പുതിയ നോട്ടെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അതെനിക്ക് ഭയങ്കര ഒരു ഞാൻ എന്തായിരുന്നു, ഇത് കൊണ്ടുവന്ന് ഒരു പേഴ്സിനകത്ത് ഇട്ട് എൻ്റെ അലമാരി തന്നെ അങ്ങ് ഞാൻ വച്ചിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മക്കളെ പഠിത്തം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, എത്രയൊക്കെ ബന്ധുക്കൾ തന്നാലും നമ്മുടേതായ ഒരു ഇത്. അപ്പം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ. എഞ്ചിനീയറിങ് കഴിഞ്ഞു, മോള് PhD കഴിഞ്ഞു, പിന്നെ RCCയിൽ PhD എടുത്ത് അവളിപ്പം ബാംഗ്ലൂർ സീനിയർ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് അവൻ സ്വന്തമായിട്ട് കമ്പനി ഇട്ട് അവർ എല്ലാവരും നല്ലൊരു ഇതിലായി എല്ലാം. അപ്പോൾ ഈ നോട്ട് എന്താണ് ഞാൻ കൊണ്ടുവച്ചിരുന്നു. പക്ഷേ ചില സമയത്ത് നമുക്ക് ഇല്ലാതെ വരുമ്പോഴേ, വണ്ടിക്കൂലിക്കൊക്കെ ഇല്ലാതെ വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ഈശ്വര എനിക്ക് പാവം കിട്ടുമെന്ന് ഞാൻ അതിൽ നിന്ന് എടുത്തല്ലോ. ഇങ്ങനെ എപ്പോഴും സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നത്. പക്ഷെ അവസാനം ഒരു നോട്ട് എടുക്കാതെ ഇപ്പോഴും ഉണ്ട് അതവിടെ, വർഷങ്ങളായി, പക്ഷെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത്, എനിക്ക് എത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നാലും ഇപ്പം നാളെ തന്നെ എനിക്ക് 50,000 രൂപ വേണം എന്നുണ്ടെങ്കിൽ അതെനിക്ക് നാളെ കിട്ടിയിരിക്കും. എനിക്ക് ഒരിക്കലും ആരെ മുമ്പിലും അത് ഇല്ല എന്ന് പറയേണ്ടി എനിക്ക് വന്നിട്ടില്ല. അത് ഈ ഭഗവാൻ തന്ന നോട്ട് എൻ്റെ മേശയ്ക്കകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് എന്ന് എനിക്ക് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് പിന്നെ തന്ന കോടികൾ ഒക്കെ ഞാൻ എനിക്ക് മാത്രമായിട്ട് വയ്ക്കുമല്ല, ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ വിചാരിക്കും അങ്ങനെ കൊടുത്താൽ എനിക്ക് പാവം കിട്ടുമെന്തോന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഞാൻ കൊടുക്കും. അങ്ങനെ വന്നപ്പോൾ എന്താണ്, പിന്നെ എൻ്റെ അലമാരിയിൽ ഒരു കോടിയില്ല. സ്വാമി സമാധിയായി. എനിക്ക് ഇങ്ങനെ ഒരു ഈശ്വര ഞാൻ ചെയ്തത് അത്രയും അബദ്ധമായി പോയല്ലോ, ഒന്നെങ്കിലും ഞാൻ വച്ചിരുന്നില്ല സ്വാമി അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ. അപ്പം ഇപ്രാവശ്യം ഓണത്തിന് ഞാൻ സാധാരണ ഞാൻ ആർക്കും ഒന്നും എടുത്ത് കൊടുക്കാറില്ല, കൊടുക്കാൻ എൻ്റെ കയ്യിൽ സാമ്പത്തികം. ഇപ്പം പിന്നെ ദൈവം സഹായിച്ച് സ്വാമിയുടെ സഹായം കൊണ്ട് എനിക്ക് ആണ്. അപ്പം ഞാൻ ഇപ്പം ചേച്ചിയൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അതിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ചേച്ചിക്ക് ഇപ്പം സുഖമില്ല, ചേച്ചിക്കൊരു കോടി അങ്ങനെ എൻ്റെ മനസ്സിൽ സ്വാമിക്കൊരു കോടി എടുത്ത് കൊടുക്കണം, ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല അതെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കടയിൽ കയറി ഉടനെ സ്വാമിക്കൊരു മുണ്ടും ഒരു തോർത്തും വാങ്ങി വെച്ച്. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എനിക്കത് അത്ര പോരാ. പിന്നെ എൻ്റെ മനസ്സിൽ ഈ തോർത്ത് കുറഞ്ഞു പോയാൽ എന്തോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പോത്തൻകോട്ട് പോയി ഒരു നേരെ ഇതും കൂടെ വാങ്ങിച്ചാണ് ഞാൻ ഓണത്തിന് ഞാൻ അവിടെ കൊണ്ടുവച്ചു. ഞാൻ അവിടെ കൊണ്ട് വച്ചപ്പോഴത്തേക്കും അവിടുത്തെ തിരുമേനി എൻ്റെ അടുത്ത് ഒന്ന് പോയിട്ട് പറഞ്ഞ് അവിടെ നിന്ന് പ്രസാദം വാങ്ങിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ പ്രസാദം ഒന്നും അറിയില്ല എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ആ പ്രസാദം വാങ്ങിക്കാനുള്ള ഒരിതായിരുന്നു. എന്തെങ്കിലും എനിക്ക് അവിടെ വന്നിട്ട് എനിക്ക് വെറുതെ പോണത്, എനിക്ക് കയ്യിൽ എന്തെങ്കിലും വേണം. സ്വാമി തന്ന അവിടെ ഇപ്പം എൻ്റെ മനസ്സിൽ അവിടെ വരുമ്പം സ്വാമി സമാധി ആയെന്നുള്ളത് എൻ്റെ മനസ്സിലില്ല. സ്വാമി അതുവഴി ആ നീല കയലിയും ആ തോർത്ത് കൊടുത്ത് ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി പോണതും എപ്പോഴും ഞാൻ ചെന്നാലും അവിടെ സ്വാമി അവിടെ ഇല്ലെങ്കിൽ അയ്യോ സ്വാമി ഇല്ലേ കാണാൻ പറ്റൂലേ എന്ന് തോന്നുമ്പോൾ തന്നെ സ്വാമി അതുവഴി വരും. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് ഈ പ്രസാദം വാങ്ങിക്കാനുള്ള ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പോൾ അവിടെ വേറെ അവിടുത്തെ ആൾക്കാരൊക്കെ കൊടുക്കുമല്ലോ, ഓണത്തിന് ഡ്രസ്സ് കൊടുക്കുമല്ലോ. ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോൾ എന്നെ ആർക്കെങ്കിലും ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ ഇങ്ങനെ അവിടെ വേറെ അങ്ങനെ സ്ഥിരമായിട്ട്
അപ്പം പറഞ്ഞ് അത് ഞാൻ പറഞ്ഞു അവിടെ പറഞ്ഞ് എനിക്ക് ഇവിടെ നിന്ന് പ്രസാദം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അത് അപ്പുറത്ത് നാളെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് കിട്ടി മുണ്ടും തോർത്ത്. എനിക്ക് സമാധാനം, ഇനി അത് ആർക്കും കൊടുക്കില്ല. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചപ്പോൾ അതിൽ തുളസിപ്പൂ, ആ തുളസിപ്പൂ അവിടെ താഴെ വീണപ്പോൾ ഞാൻ അതെടുത്ത് അവർക്ക് കൊടുത്ത്, മുണ്ട് ഞാൻ എടുത്ത് ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് മാത്രം പോരാ, ഞാൻ എല്ലാവർക്കും വേണ്ടി, ഞാനൊരു അമ്പലത്തിൽ പോയാലും ഇവിടെ പോയാലും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് മാത്രം വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ എല്ലാം ഗുണം എനിക്ക് ഇപ്പോഴും പിന്നെ എനിക്ക് ആ ഒരു ചിന്ത അല്ലാതെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്രയും അടുപ്പമായിരുന്നു സ്വാമി, അത്ര അടുപ്പമായിരുന്നു. പക്ഷെ അത് അവിടെയുള്ള കുറച്ച് പേർക്ക് എന്തോ ഒരു പോലെ തോന്നി. അപ്പോൾ തന്നെ സ്വാമി പറയും, അവിടെ ഒത്തിരി പേര് നിറഞ്ഞിരിക്കുമല്ലോ, അപ്പോൾ പറയും രാവിലെ വരും, അവിടെ കുറേ സമയം ഇരിക്കും, അതങ്ങ് പോകും, ആർക്കും ഒരു ശല്യമില്ല. അത് അവരങ്ങനെ ഉദ്ദേശിച്ചതുകൊണ്ടാണ് സ്വാമി ഇങ്ങനെ അവിടെ വന്നിരിക്കും, പിന്നെ ആർക്കും ഒരു ശല്യമില്ല, എണീച്ചങ്ങ് പോകും, എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല, അവിടെ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകും. പക്ഷേ ഇപ്പം എനിക്ക് ഓരോന്ന് ആലോചിച്ച് വരുമ്പോൾ ഇത്രയും ഭക്തിയോട് നിൽക്കുന്ന ഒരാളിന് ഇത്രയും സഹായം ചെയ്യുന്ന ആരാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത. കാരണം നമ്മളിപ്പോൾ അവിടെ പോകുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളിപ്പം പിന്നെ ആശ്രമത്തിൽ പോകുമ്പം, ചിന്താലയ ആശ്രമത്തിൽ പോകുമ്പം ചിന്താലയ ഒരു ഈശ്വരൻ അവിടെ ഉണ്ട്, അതായിരിക്കണം നമ്മളെ മനസ്സിൽ. നമ്മളവിടെ കാണാനോ അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു എന്നറിയാനോ അവിടെ നിന്ന് കിട്ടണ ഭക്ഷണം കഴിക്കാനോ അല്ല. ഇങ്ങനെ ഒരാൾ നമ്മളെ സംരക്ഷിക്കാൻ, ലോകത്തെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് നമുക്ക് വളരെ അഭിമാനം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെ ഞാൻ ഒത്തിരി പേരെടുത്ത് പറയാറുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ ബാംഗ്ലൂർ താമസിക്കണം, അവിടെ അവർക്ക് എല്ലാവർക്കും നിങ്ങളിത് കാണണം. നിങ്ങൾക്ക് സ്വാമിയെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ നിങ്ങളിത് ഇതിനകത്ത് കാണണം. കാരണം ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളാണ് എനിക്ക്. പക്ഷേ ചിലപ്പം പറഞ്ഞാൽ എനിക്ക് എൻ്റെ നിയന്ത്രണം വിട്ടുപോകും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോഴും ഞാൻ പറയണത് സ്വാമിക്ക് ഇഷ്ടം വരുമെന്തോ, ഞാൻ സ്വാമിയുടെ സംസാരിക്കാറുണ്ട്. ഞാൻ സ്വാമിയുടെ അടുത്ത് സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുസൃതിയൊക്കെയാണ് ചിലതൊക്കെ കാണിച്ചിട്ട് ഞാൻ പറയും, എൻ്റെ പൊന്നു സ്വാമി ഞാനിങ്ങനെ ചെയ്തു പോയേ എന്താ ഇങ്ങനെയൊക്കെ ഞാനങ്ങ് സ്വാമിയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയും പറയുകയും, എൻ്റെ അടുത്ത് ഫോട്ടോ വെച്ചതെന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ എപ്പോഴും ഹരേ രാമ മനസ്സിൽ. ഇപ്പം ഞാൻ സ്വാമിയുടെ എവിടെ പോകണമെങ്കിൽ എനിക്ക് ആ കുറി ഇടാതെ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പാർട്ടിയിലൊക്കെ പോകുമ്പോൾ എന്നെ അവർ കളിയാക്കുമായിരുന്നു, ആശാരി സ്വാമി ആയതുകൊണ്ട് ഞാൻ ആശാരിയാണ് അവിടെ പോകണം. അപ്പം ഞാൻ അവർക്ക് നല്ല മറുപടി വരും. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമാണ്, ഞാൻ പോകും. പക്ഷേ ഞാൻ മെമ്പറായിട്ട് നിന്നപ്പോഴൊക്കെ സ്വാമിക്കറിയാം, സ്വാമിക്കറിയാം ഞാൻ പൊളിറ്റിക്കലായിട്ടുള്ള ആളാണെന്നും എല്ലാം സ്വാമിക്കറിയാം. എല്ലാ കാര്യങ്ങളും സ്വാമി പറയും. ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറയും, അല്ലെങ്കിൽ എളുപ്പം നടക്കുന്നുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ പറയും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ എനിക്ക് ഉണ്ട്. എൻ്റെ അറിവിൽ നിന്ന് പറയുകയാണെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ നിന്ന് എല്ലാവരും നല്ല ഭക്തരായിട്ട് വരണം. എല്ലാവരും നമ്മുടെ ആശ്രമത്തിൽ വന്ന് സ്വാമിയുടെ അനുഭവം തൊട്ടറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനിത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോഴൊക്കെ രാത്രി കിടന്നിട്ടും രാവിലെയൊക്കെ എണീച്ച് സ്വാമിയെ ഇതിനകത്ത് നോക്കിയിട്ടാണ്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് പിന്നെ അതിൽ നമ്മൾ ലൈക്കും കമൻറ്റും കൊടുക്കണത് ശരി. ഞാൻ ഇപ്പോഴത്തെ നോക്കാം. അപ്പോൾ ഞാൻ ലൈക്കും കമൻറ്റും കുറവാണെങ്കിൽ അതും എനിക്ക് വിഷമമാണ്. അയ്യോ അത് കുറഞ്ഞോ എല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു, എല്ലാവരും പോയി പറയണേ, എനിക്ക് മാത്രം ഇത് എങ്ങനെയെന്തോ പറയണം, അവരൊക്കെ എങ്ങനെ പോയിന്ന്. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ അശോക് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ കാര്യങ്ങൾ ജസ്റ്റ് ചേച്ചിക്ക് ഇങ്ങനെ അത് പറയാൻ പറ്റുമോ അനുഭവങ്ങൾ? ഞാൻ പറഞ്ഞു, അനുഭവം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെനിക്ക് പറയാൻ ഇഷ്ടമാണ്, എങ്കിൽ നമുക്ക് പോവാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇത് എപ്പോഴും നോക്കാറുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം, എല്ലാവരോടും എനിക്ക് സന്തോഷം. എനിക്ക് ഇങ്ങനെ പറയാം, എത്രയെങ്കിലും എനിക്ക് പറയാൻ പറ്റിയല്ലോ. എനിക്ക് ഒരുപാടൊക്കെ ഞാൻ ആയിട്ടുണ്ട്. കാരണം ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും എൻ്റെ മനസ്സ് ഇത്രയും കട്ടിയുള്ളതായത് എങ്ങനെയെന്ന് ഞാൻ വിചാരിക്കും. ഒരുപാട് ഇതിലൂടെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. പക്ഷേ എങ്ങും എനിക്ക് വഴി തെറ്റിയില്ല. എൻ്റെ മക്കളെ എനിക്ക് നല്ല രീതിയിൽ എത്താൻ കഴിഞ്ഞ്. ഇനി ഞാൻ മരിക്കുന്നത് വരെ സ്വാമി, അത് മാത്രമാണ് എൻ്റെ ചിന്ത.
അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നല്ല ഭക്തരായിട്ട് നല്ല ചിന്തയോടുകൂടി നല്ല സമീപനത്തോടു കൂടി നമ്മൾ ആശ്രമത്തിൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. ഇത്രയും സമയം എനിക്ക് ഇടയിൽ കയറി എന്തെങ്കിലും സംസാരിക്കാൻ പോലും മാഡം തന്നില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോവുകയായിരുന്നു. കാരണം ഭഗവാന്റെ ഭക്തർക്കുള്ള പ്രത്യേകത, ഭഗവാനെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ 100 നാവാണ്. പിന്നെ അവർക്ക് മറ്റൊന്നും അവിടെ വരത്തില്ല. ഭഗവാൻ മാത്രമേ മുമ്പേ വരത്തുള്ളൂ. ഭഗവാന്റെ കാരുണ്യം, കാരണം നമ്മളെല്ലാം ജനിക്കുന്നത് തന്നെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ജന്മം എടുക്കണേ. ആ കർമ്മഫലം അനുഭവിച്ചേ തീരുള്ളൂ. പക്ഷേ ഭഗവാന് കർമ്മഫലത്തെ കുറയ്ക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഒരു അമ്പലത്തിലോ ഒരിടത്ത് പോയാലും സാധിക്കാത്ത കാര്യം ഭഗവാന്റെ സന്നിധിയിൽ വന്ന് സാധിക്കും. ഇപ്പോൾ പറഞ്ഞു, പലർക്കും ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അല്ലാതെ കാണാം. എത്രയോ പേര് ഈ ചാനൽ കണ്ടിട്ട് ഒരു ഭഗവാനെ കണ്ടിട്ടേ ഇല്ല, ഭഗവാന്റെ മാഹാത്മ്യം അറിഞ്ഞ് അവർ മനസ്സാൽ ഭഗവാനെ പ്രാർത്ഥിച്ചവർക്ക് പെട്ടെന്നാണ് അനുഭവം. ശരിക്ക് അവിടെ ചിലപ്പോൾ നിരന്തരം വരുന്നവരെക്കാൾ അവിടെ ഭക്തിക്കാണ് പ്രാധാന്യം. അല്ലാതെ ഭഗവാൻ എപ്പോഴും കാണുന്ന മനസ്സാണ്. ഒരു ഭക്തൻ്റെ ദുഃഖം ഭഗവാൻ സഹിക്കില്ല. ഭഗവാൻ ദുഃഖത്തോടുകൂടി നിൽക്കുന്ന എപ്പോഴും ഭക്തർക്ക് ദുഃഖം വരുമ്പോഴാണ്. അപ്പം ഭക്തവത്സലനാണ് സാക്ഷാൽ ഭഗവാൻ. അപ്പം അതുപോലെ അന്നദാന പ്രഭുവാണ്. ഈ 2 കാര്യങ്ങളിൽ, കാരണം ഒരു ഭക്തരും അവിടെ ആകിലും സ്വാമി ആളുകളെ കയറ്റാതെ നോക്കും മാക്സിമം. കാരണം ഈ ഭക്തൻ്റെ ദുഃഖം കാണണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെ കയറി പറ്റി ഭഗവാന്റെ പരിചരണയിൽ എത്തിപ്പോയാൽ അത് വലിയ സംരക്ഷണം തന്നെയാണ് നമുക്ക്. ആ കവചത്തിന് ഉള്ളിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ നമുക്ക് ഒന്നും ഭയക്കണ്ട, ആരെയും ഭയക്കണ്ട. സ്വാമി നമ്മളെ കൂടെ ഉണ്ടാവും. അതാണ് ഭഗവാന്റെ ഇപ്പോൾ ഇത്രയും സമയം നമ്മളെ ഭക്തർക്ക് വേണ്ടി വളരെ ചിരിച്ച മുഖത്തോടു കൂടി, ദുഃഖമൊക്കെ മനസ്സിലുണ്ട്. പല പ്രാവശ്യവും കണ്ണ് നിറയണയൊക്കെ ഞാൻ കണ്ട് ഭഗവാനെ കുറിച്ച് പറയുമ്പോഴെങ്കിലും ചിരി മായാതെ, അപ്പോൾ ഇനിയും ഉള്ള കാലവും ആ ചിരി മായാതെ ഭഗവാന്റെ ഭക്തയായിരിക്കാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.